സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇടപെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിസിയോട് ഗവർണർ വിശദീകരണം തേടി. ഗവർണറുടെ പരിപാടി നടത്താതിരിക്കാൻ രജിസ്ട്രാർ ഇടപെട്ടത് എന്തിനെന്ന് വിശദീകരിക്കണം. സർവകലാശാലയിലെ സംഘർഷത്തെക്കുറിച്ചടക്കം വിസി വിശദീകരണം നൽകും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗവർണർ എന്ന പദവിക്കപ്പുറം ചാൻസലർ കൂടിയാണ് ആർലേക്കർ. അപ്പോൾ ആ പദവി ഉപയോഗിച്ചാണോ ഇപ്പോൾ വിസിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്? തീർച്ചയായും ഗവർണർ എന്നതിലുപരി ചാൻസലർ കൂടിയാണ് സർവകലാശാലയുടെ. അതുകൊണ്ട് തന്നെ ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്തുന്നതിനായി രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായി എന്ന വിലയിരുത്തൽ തന്നെയാണ് രാജ്ഭവൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദീകരണം തേടാൻ വിസിയോട് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശദീകരണം നൽകാൻ, അതായത് രജിസ്ട്രാർ ഇക്കാര്യങ്ങൾ വിസിയോട് വിശദീകരിക്കണം. ഇക്കാര്യങ്ങൾ VC മോഹൻ കുന്നുമ്മൽ ഗവർണറോട് വിശദീകരിക്കണം. പ്രധാനമായും ബോധപൂർവം തന്നെ ഈ ഗവർണർ അവിടെ എത്തുന്നതിന് മുൻപ് ഈ സെനറ്റ് ഹാൾ ഭാരതാംബ ചിത്രം വച്ചതിന്റെ പേരിൽ ഹാൾ റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിച്ചു. അത് പക്ഷേ അവർക്ക് ഈ സംഘാടകർക്ക് ഔദ്യോഗികമായുള്ള അറിയിപ്പ് നോട്ടീസായി നൽകിയില്ല. ഇതേ തുടർന്ന് ഗവർണർ അവിടെ എത്തി. അതായത് ഗവർണർ അവിടെ എത്തുന്നത് വൈകിട്ട് 6:25 അതിനുശേഷം ദേശീയ ഗാനം 6:28. ഇതിനുശേഷം 6:39 ഈ ഹാൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നോട്ടീസ് ഈ സംഘാടകർക്ക് നൽകുന്നത്. അതായത് ഗവർണർ ആ വേദിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സർവകലാശാല രജിസ്ട്രാർ ഈ സെനറ്റ് ഹാളിന്റെ ബുക്കിംഗ് റദ്ദാക്കിയതായി രാജ്ഭവനെ ഈ സംഘാടകരെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ ബോധപൂർവം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ പരിപാടി തടസ്സപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നു എന്ന വിലയിരുത്തലാണ്.